പല്ലവി ഇപ്പോൾ ഹെയർ ഹോസ്റ്റസ് ആയ ഫസ്റ്റ് ഡേ തന്നെ ഫ്ലൈറ്റിലുള്ള എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഇതുപോലൊരു ഹെയർ ഹോസ്റ്റസിനെ ആരാണ് ഇവിടെ കെപ്റ്റ് ചെയ്തതെന്ന് ആശ്ചര്യത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു വയസ്സായ ഒരാൾ ദേഷ്യത്തോടുകൂടി പല്ലവിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അവളും പേടിച്ചുകൊണ്ട് എന്തായിരിക്കും പറയുന്നത് എന്നറിയാതെ അടുത്തേക്ക് പോകുമ്പോഴാണ് ആ ഒരു വയസ്സായ ആള് ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്. അവളും അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വയസ്സായ ആള് പല്ലവിനോട് പറയാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നീ ഇവിടെ വരെ എത്തിയില്ലേ, നീ ശരിക്കും ഉയരങ്ങളിൽ തന്നെ പറക്കും എന്ന് പറയാം. അത് കേട്ട പല്ലവിയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഹീറോയും ഉള്ളത്. ഹീറോ ആണ് ഇവൾക്ക് ഈ എയർ ഹോസ്റ്റസിന്റെ ജോലി വാങ്ങിക്കൊടുത്തത്. അത് കണ്ട ഹീറോക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നു. പല്ലവി ഹീറോ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സ് ആവാണ്. ഇവരെല്ലാ സമയവും ഒന്നിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ദിവസം ഹീറോന്റെ ബർത്ത്ഡേ അന്ന് ഹീറോ പല്ലവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നറിഞ്ഞ പല്ലവിയാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വേണ്ടത് ഒരു ഫ്രണ്ടാണ്, എൻ്റെ കൂടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ടാലി ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം പല്ലവി എയർ ഹോസ്റ്റസ് ആയിട്ട് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് അവനാന്ന് വെച്ചാൽ ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അവൻ പല്ലവിനോട് പറയാണ്, പല്ലവി നീ കൊടുത്ത കേസ് ഒന്നും പിൻവലിക്കണം, ആ ഒരു കേസ് നിലവിലുള്ള കാരണം എനിക്ക് അബ്രോഡ് ഒന്നും പോകാനായിട്ട് പറ്റുന്നില്ല, നീ അത് വാപ്പസ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല്ലവി അത് ശ്രദ്ധിക്കാതെ നിൽക്കാണ്. ഇത് കണ്ട് അവനാന്ന് വെച്ചാൽ ദേഷ്യം സഹിക്കാൻ പറ്റാതെ ഞാനെങ്ങാനും ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല എന്ന് പറയാണ്. അത് കേട്ട പല്ലവിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾ ഒഴിച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളമാണെന്ന് വെച്ചാൽ അവന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. അവനും അതുകൊണ്ട് ഞെട്ടിയോണ്ട് തന്നെ പല്ലവി പറയാണ്, നിന്റെ പോലെ ആസിഡ് ഒന്നും ഞാൻ മുഖത്ത് ഒഴിക്കൂല, കാരണം അതിന്റെ വേന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെല്ലാം പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കാണ്. ഇതെല്ലാം കണ്ട പാസഞ്ചേഴ്സ് എല്ലാവരും പല്ലവിയുടെ ഭാഗത്താണ് തെറ്റെന്നും പറഞ്ഞ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ വുമൻസിനും റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വുമൻസ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതിന്റെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.